ഓം നമോ ഭഗവതേ വാസുദേവായ. വൈശാഖ മാസമാണല്ലോ ഇന്ന്. വൈശാഖ മാസത്തിൻ്റെ മഹത്വം ഒന്ന് പറയാം. കോപം, ലജ്ജ, അസൂയ, അഭിമാനം തുടങ്ങിയവയാൽ അസ്വസ്ഥത അനുഭവിക്കുന്ന കാലൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ ബ്രഹ്മാവ് ഇങ്ങനെ പറഞ്ഞു: ഒരാളുടെ ഗുണഗണങ്ങൾ കണ്ടാൽ അസൂയ വർദ്ധിക്കുന്നത് സ്വാഭാവികമാണ്. സജ്ജനങ്ങളുടെ ഗുണം കണ്ടാൽ ദുഃഖിക്കരുത്. വിഷ്ണുദേവനെ പൂജിക്കുന്നവർക്ക് പുനർജന്മം ഉണ്ടാകില്ല. നിന്ദ്യമായ കർമ്മം അനുഷ്ഠിക്കുന്നവരും ഹരിയുടെ നാമോച്ചാരണത്താൽ വൈകുണ്ഠം പ്രാപിക്കും. മാധവ മാസത്തിലെ വിഷ്ണു പൂജയുടെ മഹിമ പ്രത്യേകം പറയേണ്ടതില്ല. മാധവമാസം മാധവന് പ്രിയപ്പെട്ട മാസമാണ്. അപ്പോൾ ചെയ്യുന്ന കർമ്മങ്ങൾ ശ്രേഷ്ഠങ്ങളാണ്. വൈശാഖധർമ്മം അനുഷ്ഠിക്കുന്നവർക്ക് ആദിവ്യാധികളും മൃത്യുഭയവും ഉണ്ടാകില്ല. ഒരു തരത്തിലുള്ള പാപവും അവരെ ബാധിക്കില്ല. പാപത്തെക്കുറിച്ചോർത്ത് അങ്ങ് ദുഃഖിക്കേണ്ടതില്ല. ബ്രഹ്മാവ് ഇങ്ങനെ പറഞ്ഞിട്ടും അസഹ്യമായ ദുഃഖത്താൽ കാലൻ കരഞ്ഞുകൊണ്ടിരുന്നു. ബ്രഹ്മാവ് ഇങ്ങനെ പറഞ്ഞു: മാധവന് പ്രിയപ്പെട്ടവനെ നിഗ്രഹിക്കുന്നത് ശരിയല്ലെന്നുള്ള ബോധം ഇനിയും അങ്ങയുടെ ഉള്ളിൽ ഉണ്ടായില്ലെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം. ദുഃഖം ശമിക്കുവാൻ വിഷ്ണുദേവനോട് എല്ലാം ഉണർത്തിക്കാം. എന്നോട് പറഞ്ഞതുപോലെ വിഷ്ണു ഭഗവാനോട് പറയരുത്, അനർത്ഥം വരുത്തരുത്. വിഷ്ണുദേവന്റെ ദർശനത്തിനായി ബ്രഹ്മാവ് താപസന്മാരോടും ദേവന്മാരോടും കാലനോടും കൂടി പാലാഴിയുടെ തീരത്തെത്തി. വിഷ്ണുദേവനെ എല്ലാവരും കൂടി സ്തുതിച്ചു. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. എല്ലാവരും കൂടി ആഗമിക്കുവാനുള്ള കാരണം ശ്രീഹരി ചോദിച്ചു. ധർമ്മരാജന്റെ മുഖത്ത് സന്തോഷം പ്രകടമായതിൻ്റെ കാരണം ഭഗവാൻ പ്രത്യേകം ചോദിച്ചു. അപ്പോൾ ബ്രഹ്മാവ് കൂപ്പുകൈകളോടുകൂടി ഇങ്ങനെ പറഞ്ഞു: കീർത്തിമാൻ എന്ന രാജാവ് മനുഷ്യരെ മുഴുവൻ വൈശാഖധർമ്മം അനുഷ്ഠിപ്പിച്ച് അങ്ങയുടെ വൈകുണ്ഠത്തിലെത്തിപ്പിക്കുന്നു. തൽഫലമായി കാലപുരി ശൂന്യമായി. അതിൻ്റെ ദുഃഖമാണ് അദ്ദേഹത്തിനുള്ളത്. രാജാവിനോട് യുദ്ധം ചെയ്തുവെങ്കിലും കാലദണ്ഡ് പ്രയോഗിക്കുവാൻ തുടങ്ങിയപ്പോൾ അങ്ങയുടെ സുദർശന ചക്രം അതിൽ നിന്ന് രാജാവിനെ രക്ഷിച്ചു. അങ്ങയുടെ ഭക്തന്മാരായ മഹാത്മാക്കളെ വധിക്കാനുള്ള ശക്തിയില്ലാത്തതുകൊണ്ട് അങ്ങയുടെ പാതാരവിന്ദങ്ങളെ ആശ്രയിക്കുന്നു. വിഷ്ണുദേവൻ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: എൻ്റെ പ്രാണനായ കസ്തുഭവും ശ്രീവത്സവും പ്രാണപ്രിയയായ ലക്ഷ്മിയും വനമാല, ശേഷൻ, പാലാഴി, വൈകുണ്ഠൻ, ഗരുഡൻ എന്നിവയെയും ഉപേക്ഷിച്ചാലും എൻ്റെ ഭക്തരെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല. ധർമ്മരാജാവേ, ദുഃഖങ്ങൾ അകറ്റുവാൻ വേണ്ടി ഞാൻ പറയുന്നത് കേൾക്കൂ. കീർത്തിമാന്റെ ആയുസ് 10,000 വർഷമാണ്. അതിൽ ഇനി 2,000 അവശേഷിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ ഞാൻ മോക്ഷം നൽകും. അതുവരെ ഞാൻ പറയുന്ന കാര്യങ്ങൾ സ്വീകരിക്കുക. ദാനധർമാദികൾ നശിപ്പിക്കുന്ന വേനൻ എന്ന ഒരു രാജാവ് ഉണ്ടാകും. വേദാർത്ഥ ധർമ്മങ്ങളെ പരിപാലിക്കുന്നതിന് വേണ്ടി ഞാൻ അന്ന് ഭൂമിയിൽ അവതരിക്കും. അപ്പോൾ ഞാൻ വൈശാഖധർമ്മം വീണ്ടും പ്രചരിപ്പിക്കും. സ്വയംകൃതമായ പാപങ്ങളാൽ വേനന് അന്ത്യം സംഭവിക്കും. സകല ധർമ്മങ്ങളെയും പരിപാലിക്കുവാൻ ഞാൻ പൃഥ്വി എന്ന രാജാവായി ജനിക്കും. എന്നിൽ സർവവും സമർപ്പിച്ച് ജീവിക്കുന്ന മനുഷ്യൻ എൻ്റെ ഭക്തന്മാരിൽ ശ്രേഷ്ഠനാണ്. കീർത്തിമാനോട് പറയുവാൻ സനന്ദനെ ഒരു കാര്യം ഏൽപ്പിച്ചു. കാലനെ സ്മരിച്ചുകൊണ്ട് പ്രത്യേകം സ്നാനം ചെയ്യണം, അർഘ്യവും നൽകണം. പൗർണമി ദിനം ഒരു ബ്രാഹ്മണനെ ധർമ്മരാജാവെന്ന് സങ്കല്പിച്ച് ദാനധർമ്മങ്ങൾ നിർവഹിക്കണം. സനന്ദൻ വിഷ്ണുദേവന്റെ ആജ്ഞ അനുസരിക്കുവാൻ തയ്യാറായി. കാലനെ ആശ്വസിപ്പിച്ചുകൊണ്ട് വിഷ്ണുദേവൻ ഇങ്ങനെ പറഞ്ഞു: ഞാൻ പൃഥ്വിയായി അവതരിപ്പിക്കുമ്പോൾ വൈശാഖധർമ്മം ഒഴികെയുള്ള ധർമ്മങ്ങൾ അനുഷ്ഠിക്കും. വൈശാഖധർമ്മം ഇല്ലാതാകുമ്പോൾ പുണ്യവും ക്ഷയിക്കും. അതുകൊണ്ട് തൽക്കാലം ദുഃഖമെല്ലാം മാറ്റി സ്വഭവനത്തിലേക്ക് പോയാലും. ഇത്രയും അരുളിയ വിഷ്ണുദേവൻ അപ്രത്യക്ഷനായി. ധർമ്മരാജനും ഖേദങ്ങൾ മാറി സ്വന്തം രാജധാനിയിലെത്തി. വൈശാഖത്തിൻ്റെ മഹത്വം ഇപ്പോൾ മനസ്സിലായോ?
ഓം നമോ ഭഗവതേ വാസുദേവായ. സർവം കൃഷ്ണാർപ്പണമസ്തു.